2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി വോട്ട് വണ്ടി പ്രചരണം ആരംഭിച്ചു. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും പ്രചരണം ആരംഭിച്ച വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് സീനിയർ സൂപ്രണ്ട് സതീശൻ KS നിർവഹിച്ചു. ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും വാഹനം പര്യടനം നടത്തും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായുള്ള വോട്ട് വണ്ടി പ്രചരണം ആരംഭിച്ചു. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച വോട്ട് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് RDO ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സതീശൻ KS നിർവഹിച്ചു. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വോട്ടർമാർക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് കേന്ദ്രങ്ങളിൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ 12 വില്ലേജുകളിലും അതുപോലെ തന്നെ പിറവം നിയോജകമണ്ഡലത്തിൽ 14 വില്ലേജുകളിലും സ്വീപ്പിൻ്റെ ഭാഗമായി വോട്ട് വണ്ടി പര്യടനം നടത്തുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഈ VVPAT-ഉം വോട്ടിംഗ് മെഷീനും പരിചയപ്പെടുത്തുന്നതിനും അതിന് എല്ലാ ദിവസവും ഓരോ ജംഗ്ഷനിലും VVPAT-ഉം വോട്ടിംഗ് മെഷീനും കൊണ്ടുപോയി ജനവാസ കേന്ദ്രങ്ങളിലും അതുപോലെ കോളനികൾ, കോളേജുകൾ തുടങ്ങിയ പ്രധാന സിറ്റികൾ എല്ലായിടത്തും ഇതിൻ്റെ ഒരു ആശങ്ക അകറ്റി, അതായത് ജനങ്ങൾക്ക് വളരെ സൗഹൃദമായിട്ട് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വോട്ട് വണ്ടി ഇവിടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, കോളേജുകൾ, കോളനികൾ, ജംഗ്ഷനുകൾ, സിറ്റികൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വോട്ട് വണ്ടി പ്രചാരണവുമായി ചെല്ലുന്നത്. വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പുതിയ തലമുറയെ കാണിക്കുകയും അവർക്ക് ബോധവൽക്കരണം നൽകുകയുമാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടു വരുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ബോധവൽക്കരണം. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പര്യടനം അവസാനിച്ചാൽ പിറവം മണ്ഡലത്തിലെ പര്യടനത്തിനായി പോകും. വോട്ടിംഗ് മെഷീന്റെ ഭാഗമായുള്ള ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT തുടങ്ങിയവ കാണുന്നതിനും ആളുകൾക്ക് പരിശോധിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ സ്മിത, ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ അജിത് കുമാർ, KK കബീർ, അനൂപ് കുമാർ, ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു.